രണ്ടാം കർഷക പ്രക്ഷോഭത്തെ ചെറുക്കാൻ കർഷക നേതാക്കളുടെ അറസ്റ്റിലേക്ക് കടന്ന് പോലീസ്. സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ച നേതാവ് അക്ഷയ് നർവാളിയെ ഇന്നലെ രാത്രി ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു. അതിർത്തികളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്നും ജിന്ദ്, കുരുക്ഷേത്ര മേഖലകളിൽ നിന്നും കർഷകർ മാർച്ച് തുടരുകയാണ്. അതേസമയം കർഷക സമരത്തിന് പിന്തുണയുമായി രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസും ഒരുങ്ങുന്നുണ്ട്. PCCകളുടെ നേതൃത്വത്തിൽ 16-ന് രാജ്യവ്യാപകമായ പ്രതിഷേധം നടത്തും. സമരത്തെ പിന്തുണച്ച BSPയും രംഗത്ത് വന്നിട്ടുണ്ട്. അർജുൻ പീതാംബരൻ സിംഘു അതിർത്തിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെ പലതരത്തിൽ ഡൽഹി പോലീസും ഹരിയാന പോലീസും പ്രതിരോധം തീർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നത്തേക്ക് അത് അല്പം കൂടി മുന്നോട്ട് പോവുകയാണ്. അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. തീർച്ചയായിട്ടും ഈ ശംഭു അതിർത്തിയിൽ സംഘർഷം അവസാനിക്കുന്നില്ല. ഇന്നലെ രാത്രിയാണെങ്കിലും ഇന്ന് പുലർച്ചെയാണെങ്കിലും എല്ലാം തർക്കങ്ങളും അതുപോലെ തന്നെ സംഘർഷം ഉണ്ടാകുന്നു. പിന്നാലെ ഈ കർഷകർ തന്നെ യോഗങ്ങളും അതുപോലെ തന്നെ ചില ചർച്ചകളും ചേർന്ന് അതിനുശേഷമാണ് ഈ അക്ഷയ് നർവാളിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഈ കേന്ദ്രവുമായി ചർച്ച നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ച അല്ലെങ്കിൽ കർഷകരെ SKMന്റെ നോൺ പൊളിറ്റിക്കൽ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളായിരുന്നു അക്ഷയ് നർവാൾ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ, കർഷകർ 100ഓളം ആളുകൾ കസ്റ്റഡിയിലാണ്. നിരവധി ട്രാക്ടറുകൾ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ ശംഭു അതിർത്തി പിന്നിട്ട് വരിക എന്നത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ശംഭുവിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഹരിയാനയിലെ കർഷകർ വരാനുള്ളത് ജിന്ദ്, കുരുക്ഷേത്ര ഭാഗങ്ങളിൽ നിന്നാണ്. ഇവർ ഉച്ചയോടുകൂടി തന്നെ വീണ്ടും മാർച്ച് തുടരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അവരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ തയ്യാറായിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ സിംഘു അതിർത്തി, അത് കഴിഞ്ഞ് സോണിപ്പത്തും പാനിപ്പത്തും, പിന്നീട് പോവുകയാണെങ്കിൽ കർണാൽ ഉൾപ്പെടെ കർണാൽ, കുരുക്ഷേത്ര എല്ലാം താണ്ടി വേണം ഇവർക്ക് വരാനായിട്ട്. വളരെയധികം അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഈ സുരക്ഷ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നുകൂടെ ദൃശ്യങ്ങളിൽ കാണിക്കാം. ഇപ്പോൾ കാണുന്നത് മുള്ളുവേലികളാണ്. മുള്ളുവേലികൾക്ക് മുന്നിലായി തന്നെ ആ കോൺക്രീറ്റിന്റെ മതിലുകളുണ്ട്. ഒരാൾ പൊക്കത്തിൽ തന്നെയാണ് ഈ കോൺക്രീറ്റ് മതിലുകൾ കോൺക്രീറ്റും സിമെന്റും എല്ലാം വെച്ച് അടച്ചിരിക്കുന്നത്, സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും കർഷകരെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു നിശ്ചയം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കൂടുതൽ ബാരിക്കേഡുകൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെ തോന്നിപ്പിക്കുന്ന ആ ഒരു സമാനമായിട്ടുള്ള സുരക്ഷ അല്ലെങ്കിൽ അത്തരത്തിലാണ് രണ്ട് സംസ്ഥാനങ്ങളെ ഡൽഹി പോലീസും അർദ്ധ സൈനിക വിഭാഗവും വേർതിരിച്ചിരിക്കുന്നത്. ഡൽഹി ഹരിയാന അതിർത്തി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെ തന്നെ അവർ അത്രത്തോളം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഈ കർഷകർ പറയുന്നൊരു കാര്യം അവർ മുന്നോട്ട് തന്നെ വരുമെന്നുള്ള കാര്യമാണ്. അവർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ എവിടെയെങ്കിലും തടയുകയാണെങ്കിൽ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഏകദേശം മാസങ്ങളോളം തന്നെ റോഡുകളിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് അവർ ട്രാക്ടറുകളിൽ വരുന്നത്. അതിനോടൊപ്പം തന്നെ ഹരിയാനയിലെ ഗുർദാസ്പൂരിലെ കർഷകരും കൂടി ഈ ഡൽഹിയിലേക്ക് എത്തുന്ന സമയത്ത് അതിർത്തികളിൽ വെച്ചിരിക്കുന്ന ബാരിക്കേഡുകളും ഈ കോൺക്രീറ്റ് മതിലുകളും പൊളിച്ചു മാറ്റാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബുൾഡോസറുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ നിലവിൽ ശംഭു അതിർത്തിയിൽ നിന്നും മുന്നോട്ട് വരാൻ ഒരുങ്ങുന്ന കർഷകർക്കൊപ്പം അണിചേർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സജ്ജീകരണങ്ങൾ ഒരുപക്ഷെ പോരാതെ വരും ഈ കർഷകരെ നേരിടാനായിട്ട്. അത്തരത്തിലൊരു സർവ്വസന്നാഹമായിട്ട് തന്നെയാണ് മാർച്ച് ചെയ്തെത്തുന്ന 10,000 കർഷകരും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുതുക്കിയെടുത്ത ട്രാക്ടറുകൾ അതുപോലെ തന്നെ ബുൾഡോസറുകളെല്ലാം തന്നെ അവരുടെ സർവ്വസന്നാഹമാണ്. പക്ഷേ അതിർത്തികൾ മുഴുവൻ സമയവും ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് സർവൈലൻസ് നടത്തുകയാണ് അർദ്ധ സൈനിക വിഭാഗം. ഒപ്പം പോലീസിൻ്റെ ഇന്നലെ കൂടുതൽ ദൃശ്യങ്ങളിലും പോലീസായിരുന്നു സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ RAFനെ ഇവിടെ എല്ലാം വിന്യസിച്ചിരിക്കുന്നു. അവരുടെ കയ്യിലെല്ലാം ആയുധങ്ങളുണ്ട്, സർവ്വസജ്ജമാണ്. അതായത് ടിയർ ഗ്യാസും സ്റ്റൺ ഷെല്ലും മാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ള ഗ്രനേഡുകൾ ഉൾപ്പെടെ, അതായത് നോൺ ലീതർ ആണെങ്കിൽ പോലും കർഷകരെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും കയ്യിലുള്ളത്. ഈ ദേശീയപാതയാണ് ഹരിയാന ഡൽഹി പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്ന ദേശീയപാത പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ജനജീവിതത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു തരത്തിലും ആളുകളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. അതായത് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം കാൽനടയായി തന്നെ. വലിയ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ എടുത്ത് കിലോമീറ്ററുകൾ ആളുകൾക്ക് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ് കാൽനടയായിട്ട്. അതിൻ്റെ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ അതിർത്തിയിൽ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കർഷകരെ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഹരിയാന പോലീസും ഡൽഹി പോലീസിന്റെ സഹായത്തിനായിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് RAF
RSFനെ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഈ സിംഗു അതിർത്തി ഇന്നലെ തന്നെ പൂർണ്ണമായിട്ടും അടച്ചിരുന്നു. ആ ഒരു പ്രദേശത്തേക്ക് കൂടുതൽ സുരക്ഷാ സന്നാഹം എത്തിച്ചിരിക്കുന്നു. മറ്റ് അതിർത്തികളെക്കാൾ കൂടുതൽ ഒരു സുരക്ഷ ഉള്ളത് ഒരുപക്ഷെ സിംഗുവിലാണെന്ന് പറയാം. കാരണം ഈ ശംഭു അതിർത്തിയിൽ നിന്നും മാർച്ച് ചെയ്തെത്തുന്ന കർഷകർ നേരിട്ട് എത്തുന്നത് സിംഗുവിലേക്കായിരിക്കും. അവരോടൊപ്പം തന്നെ ഹരിയാനയിലെ കർഷകർ ചേർന്ന സമയത്ത് ഒരു 20,000-ഓളം കർഷകരെയാണ് ഈ ഒരു സിംഗു അതിർത്തിയിൽ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ളത്. അവരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ സിംഗുവിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ കണ്ടെയ്നറുകളുടെ അകത്തെല്ലാം മണ്ണുകൾ നിറയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം വെയിറ്റുകൾ നിറച്ച കണ്ടെയ്നറുകൾ ഒരു തരത്തിലും അവരെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം തടയുക എന്നുള്ള കാര്യമാണ്. ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ കർഷകർ മാർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി റോഡിന് കുറുകെ വലിച്ചിടും. തടസ്സങ്ങൾക്ക് പിന്നാലെ തടസ്സങ്ങൾ ഓരോരോ ഇടത്ത് മീറ്ററുകളോളം നീളത്തിൽ തന്നെ ഈ ഒരാൾ പൊക്കത്തിലുള്ള കോൺക്രീറ്റ് മതിലുകൾ, അതിന് പിന്നാലെ മുള്ളുവേലികൾ, ഇത്തരത്തിലുള്ള മണ്ണും കോൺക്രീറ്റും കല്ലും എല്ലാം നിറച്ച കണ്ടെയ്നറുകൾ, വലിയ വാഹനങ്ങൾ, അവരുടെ പിന്നാലെ ഈ ജലപീരങ്കി, കണ്ണീർ വാതകം ഉപയോഗിക്കാൻ സജ്ജമായി നിൽക്കുന്ന ഈ വജ്രവാഹനങ്ങളുണ്ട്, അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ ആയുധങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ പ്രതിരോധ സജ്ജീകരണങ്ങൾ കൊണ്ടായിരിക്കും നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം, ഈ ശംഭു അതിർത്തിയിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. 200 കിലോമീറ്ററോളം തന്നെ പിന്നിടാനുണ്ട്. ഈ 200ഓളം കിലോമീറ്ററിൽ 5 ഇടങ്ങളിലാണ്, വ്യത്യസ്തമായിട്ടുള്ള 5 ഇടങ്ങളിലാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഹരിയാന സർക്കാർ പ്രധാനമായിട്ടും തടസ്സം ഒരുക്കിയിരിക്കുന്നത്. ആ ഇടങ്ങൾ എന്ന് പറയുന്നത് കർണാൽ, കുരുക്ഷേത്ര, സോണിപത്ത്, പാനിപ്പത്തും അതുപോലെ അംബാല എന്നുള്ളതാണ്. അംബാലയ്ക്ക് അപ്പുറം ശംഭുവിലാണ് ഇപ്പോൾ ഈ കർഷകർ ഉള്ളത്. അവർ ഇതുവരെയും അവിടെ നിന്നും ഇന്നലെ സംഘർഷമുണ്ടായ ഇടത്തു നിന്നും മാർച്ച് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവിടെയുള്ള ബാരിക്കേഡുകൾ ഇപ്പോഴും പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഉച്ചയോടെയായിരിക്കും അവർ അവിടെ നിന്ന് മാർച്ച് ചെയ്യുക. പിന്നാലെ ജിന്ദിലെയും കുരുക്ഷേത്രയിലെയും കർഷകർ അവർക്കൊപ്പം അണിചേരും. അതല്ല ഹരിയാനയിലെ മാത്രം കർഷകരായിട്ട് വരികയാണെങ്കിൽ പോലും അവർക്ക് നേരിട്ട് ഈ സിംഗു അതിർത്തിയിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ എണ്ണത്തിൽ കുറവായിരിക്കും. എന്നാലും നേരിട്ട് ഹരിയാനയിലെ കർഷകർക്ക് ഈ സോണിപ്പത്ത് മറികടന്നാൽ ഇവിടെ ഈ സിംഗു അതിർത്തിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് യാതൊരു പഴുതും, അതായത് അവർക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മുന്നോട്ട് നഗരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ യാതൊരു പഴുതും നൽകുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള സുരക്ഷാ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ പോലീസും അർദ്ധ സൈനിക വിഭാഗവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഹരിയാനയിലെ 7 ജില്ലകളിൽ കനത്ത സുരക്ഷയാണ്, കടുത്ത പ്രതിരോധ നടപടികളാണ്. ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. കൂട്ടമായിട്ട് മെസ്സേജുകൾ അയക്കുന്നതിൽ നിയന്ത്രണമുണ്ട്. അതായത് മൊബൈൽ ഫോണിൽ നിന്നും വോയിസ് കോൾ ചെയ്യുന്നത് ഒഴികെ ബാക്കി എല്ലാത്തിനും നിയന്ത്രണമുണ്ട്. നാളെയും ഈ നിയന്ത്രണം തുടരുമെന്നുള്ള കാര്യം ഹരിയാന സർക്കാർ അല്പം മുൻപാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 1 മണിക്ക് ജലന്ധറിൽ വലിയൊരു യോഗം ചേരാൻ പോകുന്നു. 16-ാം തീയതി നടക്കുന്ന ഈ സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജലന്ധറിൽ 1 മണിക്ക് യോഗം ചേരുന്നത്. ആ 16-ന്റെ ഭാരത് ബന്ദിനൊപ്പം തന്നെയാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപകമായി PCCകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം